ഒരു കേൾവിയന്ത്രത്തിന്റെ യഥാർത്ഥ ആയുസ് എത്രയാണ്? ഒരു ദിവസം നിങ്ങളുടെ ഹിയറിംഗ് എയ്ഡ് പൂർണ്ണമായി പ്രവർത്തനം നിർത്തുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടാകാം. ഫോണിനെപ്പോലെ അത് ഒറ്റയടിക്ക് ഡെഡ് ആകും. പക്ഷേ അതല്ല യാഥാർത്ഥ്യം. അത് പെട്ടെന്ന് ഓഫാകില്ല. അത് മന്ദഗതിയിൽ നിങ്ങളെ പിന്തുടരുന്നത് നിർത്തും. യഥാർത്ഥ ആയുസ് അറിയാൻ വീഡിയോയുടെ അവസാനം വരെ കാണൂ. അവസാനം ഞാൻ അത് വ്യക്തമാക്കും. ഇപ്പോൾ ആരും തുറന്നു പറയാത്ത ഭാഗം ഇതാണ്: ഹിയറിംഗ് എയ്ഡുകൾക്ക് എക്സ്പയറി ഡേറ്റ് ഇല്ല. അവയുടെ പ്രകടനമാണ് മങ്ങുന്നത്. ചെറു മൈക്രോഫോണുകൾ ദുർബലമാകുന്നു. അകത്ത് ഈർപ്പം അടിഞ്ഞുകൂടുന്നു. സ്പീച്ച് പ്രോസസ്സിംഗ് മന്ദഗതിയാകുന്നു. ബാക്ക്ഗ്രൗണ്ട് നോയ്സ് ശക്തമാകുന്നു. ഇതെല്ലാം അത്ര മന്ദഗതിയിൽ സംഭവിക്കുന്നു. നിങ്ങൾക്ക് അത് മനസ്സിലാകാറില്ല. പകരം നിങ്ങൾ പറയാൻ തുടങ്ങും, ഇപ്പോൾ ആളുകൾ എല്ലാം മുളമുളഞ്ഞ് സംസാരിക്കുകയാണ്. അവർ അല്ല. നിങ്ങളുടെ ഉപകരണം മുൻപുപോലെ തിളക്കമുള്ളതല്ല. ഇവിടെയാണ് മറ്റൊരു ട്വിസ്റ്റ്. കാലക്രമത്തിൽ നിങ്ങളുടെ കേൾവിശേഷിയും മാറുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് ഉണ്ടായിരിക്കുന്നത് പഴയ സാങ്കേതികവിദ്യ, മാറുന്ന കേൾവി, കുറഞ്ഞ വ്യക്തത. പക്ഷേ അത് ഇനിയും ഓണാകുന്നതിനാൽ നിങ്ങൾ അത് ശരിയാണെന്ന് കരുതുന്നു. ഒരു ഹിയറിംഗ് എയ്ഡിന്റെ യഥാർത്ഥ ആയുസ് അത് പവർ ഓൺ ആകാതിരിക്കുന്ന നിമിഷമല്ല, അത് വ്യക്തത നൽകുന്നത് നിർത്തുന്ന നിമിഷമാണ്. ആ നിമിഷം പലരും വർഷങ്ങളോളം ശ്രദ്ധിക്കാതെ പോകുന്നു. പൊതുവെ ഹിയറിംഗ് എയ്ഡുകൾക്ക് 3 മുതൽ 7 വർഷം വരെ ആയുസ് ഉണ്ടാകും. നിങ്ങളുടെ ഹിയറിംഗ് എയ്ഡ് 4 മുതൽ 5 വരെ വർഷം പഴക്കമുള്ളതാണോ? സംഭാഷണം കുറച്ചു കൂടുതൽ ബുദ്ധിമുട്ടായി തോന്നുന്നുണ്ടോ? പൂർണ്ണമായി തകരാൻ കാത്തിരിക്കേണ്ട. ഒരു പ്രൊഫഷണൽ എവാല്യുവേഷൻ നടത്തൂ. കാരണം നല്ല കേൾവി എന്നത് ശബ്ദം കേൾക്കുന്നതല്ല, വ്യക്തതയാണ്.